ജസ്നയുടെ തിരോധാനത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാമെന്ന് ജസ്നയുടെ പിതാവ് ജെയിംസ് കഴിഞ്ഞ ദിവസം CJM കോടതിയെ അറിയിച്ചിരുന്നു. മകൾ ജീവിച്ചിരിപ്പില്ലെന്നും ജെയിംസ് കോടതിയെ അറിയിച്ചിരുന്നു. മകൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്റെ എന്നെ ബന്ധപ്പെട്ടേനെയെന്നും മകളുടെ തിരോധാനം സംബന്ധിച്ച് ലവ് ജിഹാദ് ഉൾപ്പെടെ പല കഥകളാണ് പ്രചരിപ്പിച്ചതെന്നും ജെയിംസ് റിപ്പോർട്ടറിനോട് വ്യക്തമാക്കി. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലോക്കൽ ആൾക്കാർ ലവ് ജിഹാദ് മറ്റ് ദേശങ്ങളിൽ ബാംഗ്ലൂർ, ചെന്നൈയിൽ, ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ കഥകൾ പറയുമ്പോൾ നമ്മൾ പറയുന്നതിന് വിലയില്ലല്ലോ. അപ്പോൾ നമുക്ക് അവൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, തീർച്ചയായിട്ടും എന്നെ വിളിച്ചാനെ ഞാനുമായിട്ട് എന്തെങ്കിലും സാഹചര്യത്തിൽ ബന്ധപ്പെടാനുള്ള അവസരം അവൾക്ക് കിട്ടിയാനെ. ഏതാണ്ട് ആദ്യകാലങ്ങളിൽ തന്നെ ഇവൾ മിസ്സായതാണ്, ഇപ്പോൾ പോയതുമാണ്, ആൾ പോയതുമാണ്. CBI അന്വേഷണം മകളുടെ സഹപാഠിയെ കേന്ദ്രീകരിച്ചായിരുന്നു. സഹപാഠി കുഴപ്പക്കാരനല്ല എന്ന് തനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. മകളുടെ തിരോധാനത്തിന് പിന്നിലെ യഥാർത്ഥ ആളിനെ കുറിച്ച് തനിക്കറിയാം. സാഹചര്യം എത്തുമ്പോൾ അയാളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ കോടതിയിൽ സമർപ്പിക്കുമെന്നും ജെയിംസ് പറഞ്ഞു. അതും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ആൺസുഹൃത്ത് എന്ന് പറയുന്ന ആളെ പോളിഗ്രാഫിന് ബാംഗ്ലൂർ വിധേയനാക്കിയതാണ്. ആ പുള്ളി കുഴപ്പക്കാരനല്ല, ഞാനും പുള്ളി ഒന്നിച്ചുണ്ടായിരുന്ന, അതല്ല, വേറെയുണ്ട്. ജസ്ന ജീവിച്ചിരിപ്പില്ല എന്ന് പോലീസിന് അറിയാമായിരുന്നുവെന്ന് ജെയിംസ് പറയുന്നു. അജ്ഞാത മൃതദേഹങ്ങൾ കണ്ടെത്തുമ്പോൾ പോലീസ് തനിക്ക് വിവരം തന്നിരുന്നത് ഇക്കാരണത്താലാണെന്നും ജെയിംസ് വ്യക്തമാക്കി. ഒരുപക്ഷെ പോലീസിന് ഇക്കാര്യം അറിയാമായിരുന്നു, താങ്കൾ സംശയിക്കുന്ന പോലുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ട്, അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കാം. അതാണല്ലോ പലയിടത്തും അജ്ഞാത ജഡങ്ങൾ കണ്ടപ്പോൾ ഞങ്ങളെ വിളിച്ചു പറഞ്ഞത്. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന KG സൈമൺ ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മകൾ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് കരുതിയത്. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പ്രതീക്ഷ നഷ്ടമായതായും ജെയിംസ് വ്യക്തമാക്കി. 19-ാം തീയതിക്ക് ശേഷം നിർണായക വിവരങ്ങൾ പുറത്തുവിടുമെന്നും ജെയിംസ് അറിയിച്ചു. മൊത്തം പറയാൻ പറ്റില്ല, അല്പം കൂടെ സൂചനകൾ വെച്ച് നമ്മൾ സംസാരിക്കും. അടുത്ത ദിവസം ഇതെല്ലാം ഉണ്ടാവും. 19-ാം തീയതിക്ക് ശേഷം ബാക്കിയെല്ലാം ഞാൻ പറയാം. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.